ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് പൊട്ടേറ്റോ വെച്ച് നല്ല ചൂട് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഈവനിങ് സ്നാക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. വീഡിയോ ഫുള്ളായി കണ്ട ശേഷം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടെ തന്നെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത ശേഷം അതിലുള്ള ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണേ. അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോസിലെ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് എല്ലാവർക്കും ലഭിക്കുന്നത്. ബോണ്ടയ്ക്കുള്ള മസാല ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഇപ്പോൾ ഒരു പാൻ വെച്ചിട്ട് അതിലോട്ട് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആദ്യം കടുക് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കടുകാണ് ഇട്ട് കൊടുക്കുന്നത്. കടുക് ഇപ്പോൾ പൊട്ടി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് 2 സവാള ചോപ്പ് ചെയ്ത് വെച്ചത് ഇട്ട് കൊടുക്കാം. 3 പച്ചമുളക് ചോപ്പ് ചെയ്തും കൂടെ ചേർത്ത് കൊടുക്കണം. കുറച്ച് വേപ്പില ചോപ്പ് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കാം. വേപ്പിലയ്ക്ക് പകരം മല്ലിയില വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ വേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള അല്പം ഉപ്പ് കൂടെ ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ജസ്റ്റ് ഒന്ന് ട്രാൻസ്പെറൻ്റായി വന്നാൽ മതിയാവും. ഇപ്പോൾ എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അല്പം ചേർത്ത് കൊടുക്കാം. ഈ വെളുത്തുള്ളി കട്ട് ചെയ്തിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ റോസ്മെല്ലൊന്ന് മാറി വരുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയുടെ എല്ലാം റോസ്മെല്ലെല്ലാം മാറിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഇതിലോട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി പൊട്ടാറ്റോ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വേവിച്ചടച്ച് വെച്ച 3 പൊട്ടാറ്റോ ആണ് എടുത്തിട്ടുള്ളത്. അതിൽ ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അത് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കണം. സവാളയിൽ ചേർത്തിട്ടുള്ള മസാല എല്ലാം പൊട്ടാറ്റോയിൽ നന്നായി പിടിച്ച് വരണം. അപ്പോൾ നന്നായി തന്നെ ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ബോൾസാക്കി എടുക്കണം. മസാല ഇവിടെ ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതോരോ ബോൾസാക്കി എടുക്കാം. ഇതുപോലെ ഓരോന്നും നമുക്ക് ബോൾസാക്കി എടുക്കണം. ഇപ്പോൾ എല്ലാം ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബാറ്ററിൽ മുക്കിയിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്കിനി ഇതിലോട്ടുള്ള ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിനായിട്ടൊരു ബൗളെടുത്തിട്ട് അതിലേക്ക് 1 കപ്പ് കടലമാവാണ് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് ക്രിസ്പിനെസ് കിട്ടാനാണ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇതൊരു തിക്ക് ബാറ്ററാക്കി എടുക്കണം. ഇഡ്ഡലി മാവിൻ്റെ എല്ലാ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇത് വരേണ്ടത്. ഒട്ടും കട്ടയില്ലാതെ ഇതുപോലെ തിക്കായിട്ടുള്ളൊരു ബാറ്ററാക്കി എടുക്കണം. ഇപ്പോൾ ബാറ്റർ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. മസാല ബോണ്ട ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഇപ്പോൾ ഒരു പാൻ വെച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ഓരോന്നായിട്ട് ബാറ്ററിൽ മുക്കി ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ ഓരോന്നായിട്ട് ഈ ബാറ്ററിലൊന്ന് മുക്കി കൊടുക്കാം. നമുക്കിത് ഓയിലിലിട്ട് കൊടുക്കാം. ഇതുപോലെ ഓരോന്നും ബാറ്ററിൽ മുക്കിയിട്ട് ഓയിലിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം ഓയിലിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു സൈഡ് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. ഇപ്പോൾ ഒരു സൈഡ് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ എല്ലാം മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗം കൂടെ ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്കിത് ഓയിലിൽ നിന്ന് മാറ്റാം. മസാലയെല്ലാം ഓൾറെഡി വേവിച്ചെടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് ഈ സൈഡും കൂടെ ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്കിത് ഓയിലിൽ നിന്ന് മാറ്റാം. ഇപ്പോൾ 2 സൈഡും മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓയിലിൽ നിന്ന് മാറ്റാം. മസാല ബോണ്ട റെഡി ആയിട്ട് ഇപ്പോൾ ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്